നമസ്കാരം. കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളായി കോൺഗ്രസ്സിൽ ഒരു പ്രത്യേകതരം സംസ്കാരം ഉടലെടുത്ത് വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ചുരുക്കപ്പേരിട്ട് കെ വി തോമസ് സംസ്കാരം പ്രൊഫസർ കെ വി തോമസ് സംസ്കാരം എന്ന് വിളിക്കാം. അത് കോൺഗ്രസ്സിൽ കുറേ തലയെടുപ്പുള്ള നേതാക്കന്മാരെ എങ്ങനെയോ ഉണ്ടാവുന്നു. അവർ ചില തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുകയും ചെയ്യുന്നു, ചിലപ്പോൾ മന്ത്രിമാരും ആവുന്നു, പാർലമെൻറ്റിലായാലും കേരളത്തിലായാലും. അതോടുകൂടി ഇവർ ധരിക്കുന്നത് ജനങ്ങൾ മുഴുവൻ, അല്ലെ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ തങ്ങളുടെ അനുയായികളാണ്, തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലെങ്കിലും അനുയായികളാണെന്ന് വിചാരിക്കണം. അതനുസരിച്ച് ഇവരുടെ പ്രവർത്തനം അല്ലെ പ്രവൃത്തി മുന്നോട്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് കെ വി തോമസ് വീണ്ടും വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചു. പാർലമെൻറ്റിലേക്ക് ഹൈബി ഈഡൻ വന്നു, കെ വി തോമസ് മാറ്റി നിർത്തപ്പെട്ടു. പിന്നെ വീണ്ടും പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് തൃക്കാക്കര ബൈ ഇലക്ഷനിലാണ്. ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ കെ വി തോമസിന് അഭിപ്രായ വ്യത്യാസം വന്നു. എനിക്ക് താൻ മത്സരിക്കണം തൃക്കാക്കരയിൽ, താനാണ് ലത്തീൻ സമുദായത്തിൻ്റെ നേതാവ്, താനാണ് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതാവാണ്, താൻ പണ്ട് കരുണാകരൻ്റെ അനുയായി ആയിരുന്നു. ഇങ്ങനെ പല 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 യോഗ്യതകളുമായി ഈ മനുഷ്യൻ രംഗത്ത് വരികയാണ്. എന്തുകൊണ്ടോ ഇദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യം കൊണ്ടായിരിക്കും ആ സമയത്ത് സോണിയാഗാന്ധി അത്ര ലീഡർഷിപ്പിൽ, കേന്ദ്ര ലീഡർഷിപ്പിൽ, ഹൈക്കമാൻഡിൽ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കയ്യിലായിരുന്നു നിയന്ത്രണം, സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഹൈബീഡനെ കൊണ്ടുവരികയും ഹൈബീഡൻ മാന്യമായി എറണാകുളം ലോക്സഭാ മണ്ഡലം ജയിക്കുകയും ചെയ്തു. അപ്പം അവിടെ ഇനി രണ്ടാമതൊരു ചാൻസ് അവിടെ ഇല്ല എന്ന് കെ വി തോമസ് മാസ്റ്റർക്ക് മനസ്സിലായി. അപ്പോഴാണ് തൃക്കാക്കര പി ടി തോമസിൻ്റെ അകാല മരണത്തെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ സർവ്വ നമ്പറുകളും പ്രയോഗിച്ച് നോക്കി അവസാനത്തെ ത്രട്ടായിട്ട്, ഒരു ബ്ലാക്ക് മെയിലിംഗ് ത്രട്ടായിട്ട്, ഞാൻ മുന്നണി വിടാൻ പോവുകയാണ്, ഞാനും എൻ്റെ അനുയായികളായ ആയിരക്കണക്കിന് അനുയായികൾ മുന്നണി വിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് ഏതാനും മാസം മുമ്പ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട പറയുകയും മാത്രമല്ല CPM അദ്ദേഹത്തെ, ആ ഫ്രഞ്ച് ചാരനെ CPMകാർ രാജീവും ഒക്കെ ഉൾപ്പെടെയുള്ളവർ, ശർമ്മയൊക്കെ ഉൾപ്പെടെയുള്ളവർ കൈകിട്ടി എന്ന് അതുവരെ പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് ചാരൻ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ തിരുത്തോമ, അങ്ങനെ ഒത്തിരി വിശേഷങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ച് കെ വി തോമസ് മാസ്റ്റർ ലത്തീൻ സഭ മൊത്തം, ലത്തീൻ അനുയായികളും കോൺഗ്രസ് പ്രവർത്തകരുമായി ഉൾപ്പെടെയുള്ളവരെ CPM സ്വാഗതം ചെയ്ത് സ്വീകരിച്ചു. പക്ഷേ തൃക്കാക്കരയിൽ ഉമാ തോമസ് ഗംഭീര ഭൂരിപക്ഷം നേടി ഇവരുടെ മുഖത്തടി കൊടുത്തു. ഞാനിത് ഇപ്പോൾ കെ വി തോമസ് മാസ്റ്ററുടെ കാര്യം ഇവിടെ പറയാൻ കാര്യം, അങ്ങനെ ഒത്തിരി നേതാക്കന്മാർ കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ചില സമയങ്ങളിൽ, ചില കാലങ്ങളിൽ, ചില പ്രത്യേക കാരണങ്ങളാൽ ഇവർക്കൊക്കെ അക്കോമഡേഷൻ കിട്ടുകയും സ്ഥാനാർത്ഥിയാവുകയും മത്സരിക്കുകയും പല നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് VS ശിവകുമാർ. തിരുവനന്തപുരത്ത് അപ്രതീക്ഷിതമായി നേട്ടങ്ങളുണ്ടാക്കി. കരുണാകരൻ്റെ വത്സലപുത്രനായിരുന്നു. പിന്നെ I ഗ്രൂപ്പ് രണ്ടായി കഴിഞ്ഞ്, കാർത്തികേയനൊക്കെ രണ്ടായി കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പ്രധാന വക്താവായി. പിന്നീട് പത്മജയുടെ വക്താവായി, ഏറ്റവും അടുത്ത ആളായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ 2011-ലും 2016-ലും സാമാന്യം നന്നായി ജയിച്ച ശിവകുമാറിൻ്റെ തിരുവനന്തപുരം നിയോജകമണ്ഡലം ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. ഈ പരിശോധന ചെന്നെത്തുന്നത് ലാസ്റ്റ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും LDFന് അവിടെ ലീഡ് കിട്ടി എന്നുള്ളത് അത്ഭുതമാണ്. മാത്രമല്ല പൊതുവായി പറയുമ്പോൾ അസംബ്ലി ലെവലിലേക്ക് വരുമ്പോഴേക്കും കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്താവുകയാണ്. BJP 1-ാം സ്ഥാനത്തും, അല്ല CPM-ഉം കോൺഗ്രസ് അവിടെ 3-ാം സ്ഥാനത്താവുകയാണ്. ഈ 2021-ൽ 7089 വോട്ട് ആന്റണി രാജു അവിടെ ജയിക്കുകയാണ്. എങ്ങനെ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ശിവകുമാറിൻ്റെ സീറ്റ് എങ്ങനെ നഷ്ടപ്പെട്ടു? അതാണ് പഠിക്കേണ്ടത്. തങ്ങൾക്ക് മത്സരിക്കാൻ അവസരം കിട്ടി 2 പ്രാവശ്യം സുഖമായി ജയിച്ച് ആ സീറ്റ് കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ട്, പക്ഷേ അപ്പുറം തൊട്ടപ്പുറത്ത് കരുനാഗപ്പള്ളി മഹേഷുണ്ട്, തോറ്റ സീറ്റ് ജയിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ ഇട്ടിട്ടോടുന്ന ഒത്തിരി സ്ഥാനാർത്ഥികളുണ്ട് കോൺഗ്രസ്സിൽ. അവരെല്ലാം ജില്ലാ ഭാരവാഹികളോ സംസ്ഥാന ഭാരവാഹികളോ നേതാക്കന്മാരൊക്കെ ആയിരുന്നിരിക്കും. അവരുടെ സീറ്റുകൾ പിന്നെ കിട്ടിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം മത്സരിച്ച് ജയിച്ചാൽ പിന്നെ കിട്ടില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരുടെ പേര് പറയാം. അവരൊക്കെയാണ് ഇന്ന് അരയും തലയും മുറുക്കി സീറ്റിന് വേണ്ടി പോരാടാനായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സീറ്റിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ ജയസാധ്യതയുള്ള സീറ്റ് വേണം. ഫൈറ്റിംഗ് ചാൻസുള്ള സീറ്റ് ഇവരാരും നോക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നിന്ന് തോക്കാൻ വേണ്ടി മുരളീധരനെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. മുരളീധരനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം മുരളിയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കരുണാകരൻ്റെ മകനായ മുരളിയായിരുന്നു
ഏറ്റവും വലിയ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ വക്താവെന്ന് പറഞ്ഞ് മുരളിയെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാവോ ആ തരത്തിലെല്ലാം ഇവരെല്ലാം അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ മുരളി പാർട്ടി പറയുന്നത് അനുസരിച്ചുകൊണ്ട് വട്ടിയൂർക്കാവിലെ MLA സ്ഥാനം ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് മത്സരിക്കാൻ വടകര പോകുന്നത്. വടകര പാർലമെൻറ്റിലേക്ക് ജയിക്കുന്നു. ഈ പ്രാവശ്യം വടകര പാർലമെൻറ്റിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നപ്പോൾ ഉടനെ പറയുന്നു അവിടെ പോയി തൃശ്ശൂർ പോയി സുരേഷ് ഗോപിയോട് ഏറ്റുമുട്ടണം. എന്താ അതിൻ്റെ അർത്ഥം? പിന്നെ കുമ്മനം രാജശേഖരനെ തോൽപ്പിക്കാൻ ഇങ്ങോട്ട് വരുന്നു. ഇങ്ങനെ എത്ര കലാപുരം ആ മനുഷ്യനെ കൊണ്ട് ജയിച്ചിട്ട് വീണ്ടും പറയുകയാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ വ്യക്താവാണ് എന്ന് പറയുകയാണ്. പക്ഷേ ഈ ധീരന്മാരെല്ലാം മത്സരരംഗത്ത് നിന്ന് മാറുക അല്ലെങ്കിൽ BJPക്ക് എല്ലാം വിട്ടുകൊടുത്തിട്ട് 3ാം സ്ഥാനത്തേക്ക് പോവുക ചെയ്യുന്നു. അവരാണിപ്പോൾ കുംഭകൂലിക്ക് വരുന്നത്. ഒത്തിരി പേരുണ്ട്, എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് അവർ. ഇപ്പോൾ ഹസന് മോശമല്ല. ഈ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പറയുമ്പോൾ മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്, ജയിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്, ജയിച്ചാൽ മന്ത്രിയാകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്താണ് അതുകൊണ്ട് കോൺഗ്രസിനുള്ള നേട്ടം? ഇവരുടെ നിയോജകമണ്ഡലങ്ങൾ, ഇവരുടെ വാർഡുകളിൽ കഴിഞ്ഞ ലാസ്റ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നടന്ന ഇലക്ഷൻ്റെ നോക്കുക, എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് സ്ഥാനങ്ങൾ പോയത്, വാർഡുകൾ പോയത്, മുനിസിപ്പൽ വാർഡുകൾ പോയത്? എത്ര കോളേജ് യൂണിയനുകൾക്ക് ജയിക്കാൻ പറ്റിയിട്ടുണ്ട്? അപ്പോൾ പോരാടാതെ സുഖമായി ഇരുന്നു കൊണ്ട് നേതൃത്വത്തിൻ്റെ തണലിത്തവണ UDFന് അനുകൂലമായൊരു സാഹചര്യമുണ്ട്. ഏത് കുറ്റിച്ചൂട് നിന്നാലും ചിലപ്പോൾ ജയിക്കും, അത് ഹസൻ നിന്നാലും ജയിക്കും, ശിവകുമാർ നിന്നാലും ജയിക്കും, രാജ്മോഹൻ ഉണ്ട്, ആര് നിന്നാലും ജയിക്കുന്ന ഒരു അനുകൂല സാഹചര്യമുള്ള ഇവർക്ക് ഇപ്പോൾ മത്സരിക്കണം, റെഡിയാണ് മത്സരിക്കാൻ. 2 കാര്യമുണ്ട്. ഇവരൊക്കെ മത്സരിക്കുകയാണെങ്കിൽ പിരിവ് നടത്താൻ, ഇലക്ഷൻ മാർക്കിന് പിരിവ് നടത്താൻ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് വേറെയുണ്ട്. സാമ്പത്തിക ലാഭം ചിലപ്പോൾ ചിലർക്കെങ്കിലും ഉണ്ടാകാം, ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല സീറ്റ്. പിന്നെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കാം. അങ്ങനെയുള്ള ചരിത്രങ്ങളും കോൺഗ്രസ് നടന്നിട്ടുണ്ട്. തോൽക്കാൻ വേണ്ടി ഇന്ന് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ പാലായിലൊക്കെ തോക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന മാണിക്കെതിരെ മത്സരിക്കേണ്ടതിനെ തീരുമാനിക്കുന്ന KM മാണിയാണെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം അവൻ തോക്കാൻ റെഡിയായിട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്ര നീചമായ അല്ലെ നികൃഷ്ടമായ രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് പുലർത്തുന്ന കുറേ നേതാക്കന്മാർ ഇന്നും എല്ലാ ജില്ലകളിലും കോൺഗ്രസിൻ്റെ ശാപമായിട്ട് തുടരുകയാണ്. കോൺഗ്രസിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശിവകുമാർ അവിടെ ചെയ്യുന്നത് പണ്ട് KV തോമസ് ഇവിടെ എറണാകുളത്ത് ചെയ്ത കാര്യം തന്നെയാണ്. KV തോമസ് പിന്നെ ഇടതുപക്ഷ മുന്നണി ആയതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനമെങ്കിലും ഉണ്ടാക്കി കൊടുത്തു. കേരള ഹൗസിലെ മാനേജരായിട്ട് ഒരു മന്ത്രിസ്ഥാനമെങ്കിലും ഉണ്ടാക്കി കൊടുത്തു. ഒരു നല്ല നെഗോഷിയേറ്ററാണ്. ശിവകുമാറിൻ്റെ ഇപ്പോൾ BJP പോയി കഴിഞ്ഞാൽ BJPക്കാർ അടുപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ ഇപ്പം തന്നെ നേതാക്കളുടെ കൊണ്ട് ഇടിയാണ്. ആ കൂട്ടത്തിലേക്ക് ശിവകുമാർ എന്നാൽ പിന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ ഞാൻ BJPയിലേക്ക് പോകും, പോയാൽ പോട്ടെ. അങ്ങനെ എപ്പോൾ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ്, ടീം UDF എന്ന് പറയുന്ന ലീഡർഷിപ്പ് ഇങ്ങനെയുള്ളവരുടെ ആദ്യത്തെ വാക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന ഒരുത്തൻ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ആദ്യം തന്നെ അവൻ്റെ പേര് വെട്ടിക്കളയുക. ആ രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ ചോദിക്കുക, തൻ്റെ പഞ്ചായത്ത് വാർഡിൽ എത്ര പേര് ജയിച്ചു, ആരാ ജയിച്ചത്, എത്രാം സ്ഥാനത്താണ്, മുനിസിപ്പൽ വാർഡിൽ എത്ര പേര് ജയിച്ചു, ഇങ്ങനെ എത്ര ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാം. ഇവരുത്തരം പറയട്ടെ. അപ്പോൾ ഇവർക്ക് ഇനി ഇതിൻ്റെ അകത്ത് തിരുവനന്തപുരം ജില്ലയിലെ പല ആൾക്കാർക്കും അവരുടെ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനം വെച്ച്, അവരുടെ വാർഡിലെ പ്രവർത്തനം വെച്ച്, മുനിസിപ്പൽ വാർഡിലെ പ്രവർത്തനം വെച്ച്, ബ്ലോക്ക് പഞ്ചായത്തിലെ കുറച്ച് സംഘടനാ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പോലുള്ള യോഗ്യത നഷ്ടപ്പെട്ടവരാണ്. നല്ല രീതിയിൽ നല്ല ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കോൺഗ്രസിനെ വലിച്ച് 3-4 സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഈ ഒരുപറ്റം നേതാക്കന്മാരാണ്. ഇവരെ നിലക്ക് നിർത്താൻ കോൺഗ്രസിന് പറ്റുന്നില്ലെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ശാപമാണ്. ഇപ്പോൾ ഇവരെല്ലാം ജയം മണക്കുന്നുണ്ട്. ജയം മണക്കുന്ന ഇവരുടെ കഴിവുകൊണ്ടല്ല, പിണറായി വിജയൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ചിലപ്പോൾ കോൺഗ്രസ്സുകാർ അപ്രതീക്ഷിതമായിട്ട് ജയിക്കും. ആ ജയത്തിൻ്റെ ഭാഗമാക്കാൻ, ആ മാംസകഷ്ണം എറിഞ്ചുമ്പാനാണ് ഇവർ ആഞ്ഞടിച്ച് വരുന്നത്. ഇവരെ നിലക്ക് നിർത്താൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് കോൺഗ്രസിനില്ലെങ്കിൽ സ്ഥിരം ശാപമായിരിക്കും. എന്നും രാജ്യവാർത്തകളായിരിക്കും, എന്നും ഗ്രൂപ്പ് ചർച്ചകളായിരിക്കും. പണ്ട് മുരളീധരൻ മാത്രമായിരുന്നു ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥൻ, ആൾ മാത്രമായിരുന്നു എല്ലാ കുറ്റവും. മുരളീധരൻ പോയിട്ടും ഗ്രൂപ്പ് സിറ്റുവേഷൻ തുടരുകയാണ്. എനിക്ക് മുഖ്യമന്ത്രിയാകണം, എനിക്ക് താക്കോൽ സ്ഥാനം വേണമെന്ന് സമുദായ നേതാക്കളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ പല നേതാക്കളും എത്തി, പല ഗ്രൂപ്പ് നേതാക്കളും എത്തി. ആ സിറ്റുവേഷൻ മാറാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിൻ്റെ നേതാക്കളും ഗൗരവപൂർവ്വം ചിന്തിക്കുക. അവിടെ തിരുവല്ലയിൽ ബിഷപ്പ് പറഞ്ഞതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്നത് ജനങ്ങൾ, അവരെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടി. അതൊരു സത്യമാണ്. കോൺഗ്രസിൻ്റെ ഇത്തരം ഒരു പറ്റം നേതാക്കൾ എല്ലാ ജില്ലയിലും ഉണ്ട്, ഒരു സ്ഥലത്ത് മാത്രമല്ല, എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് ഇത്തരം നേതാക്കന്മാർ. 5-ലും 7-ലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് നോക്കിയൊന്നും പറയേണ്ട, സ്വന്തം കാര്യം മാത്രം നോക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ചടഞ്ഞുകൂടിയിരിക്കുന്ന നേതൃത്വത്തെ ഒഴിവാക്കി പുതിയ ആൾക്കാർക്ക് സീറ്റ് കൊടുക്കാൻ തയ്യാറായാൽ കുറച്ചെങ്കിലുമൊക്കെ വ്യത്യാസം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.